ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മള് ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. നഴ്സിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. എനിക്ക് അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് എനിക്ക് കുറെ റിക്വസ്റ്റ് വരുന്നതൊക്കെ കുറെ മെസ്സേജിൽ ചോദിക്കാറുണ്ട്. കുറെ കുട്ടികളെ നഴ്സിങ്ങിനെ കുറിച്ച് ഓരോ ഡൗട്ടൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ബിക്കോസ് ഐ ആം എ നഴ്സിംഗ് കണ്ടന്റ് ക്രിയേറ്റർ. ഓക്കെ, എല്ലാവർക്കും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കണതിനേക്കാളും നല്ലത് ഒരു ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്നലെ സ്റ്റോറി ഇട്ട ഇന്ന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡന്റ്, BSc നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ഇപ്പോ ഇതാ 3ാമത്തെ വർഷം കഴിയാനായിട്ട് പോണു. ഫൈനൽ ഇയറിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കണു. പിന്നെ പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. പക്ഷെ ഞാൻ ബാംഗ്ലൂരല്ല പഠിക്കുന്നത്, തമിഴ്നാടാണ്. കോളേജിനെ കുറിച്ച് കുറെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ കോളേജിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ മെസ്സേജ് അയക്കാം. ഈ വീഡിയോയിൽ നമ്മള് നഴ്സിംഗിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, നഴ്സിംഗ് പഠിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതില് എന്ന് ചോദിച്ചിട്ടുണ്ട്. നഴ്സിംഗ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മള് നല്ല കോളേജ് സെലക്ട് ചെയ്യുക. അതൊരു പോയിന്റ്. നഴ്സിംഗ് എടുക്കുന്നതിന് മുമ്പ് നല്ല കോളേജ് സെലക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് നല്ല കോളേജ് മീൻസ് നമുക്ക് നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടണം, നല്ല ഫാക്കൽറ്റീസ് ഉണ്ടാവണം, അഡിക്വേറ്റ് ഫാക്കൽറ്റീസ് ഉണ്ടാവണം. പിന്നെ നമുക്ക് കോളേജിൽ ലാബ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, ക്ലാസ് റൂംസ്. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കോളേജ് എല്ലാം അപ്രൂവ്ഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ കോളേജ് എപ്പോഴും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ INC അപ്രൂവ്ഡ് ആണോ എന്ന് നോക്കണം. പിന്നെ തമിഴ്നാടാണെങ്കിൽ MGR യൂണിവേഴ്സിറ്റിയാണ് വരിക. പിന്നെ ഇവിടെ കർണാടകയാണെങ്കിൽ അത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് വരിക. അപ്പൊ അതൊക്കെ അപ്രൂവ്ഡ് ആണോ നോക്കുക. പിന്നെ നഴ്സിംഗ് എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഇവിടുത്തെ +2 നമ്മള് നാട്ടിൽ പഠിച്ചിട്ട് പോണവർക്കുള്ള ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ +1 +2 ഇവിടെ പഠിച്ചതൊന്നും അല്ല നമ്മൾ അവിടെ പോയി ഇതാവുക. അതുപോലെ കംപ്ലീറ്റ്ലി നമ്മുടെ ഇവിടുത്തെ കൾച്ചറേ അല്ല നമ്മൾ പുറത്തു പോകുമ്പോൾ. മീൻസ് ഞാൻ തമിഴ്നാട് വെച്ച് പറയണ്ട, ഇവിടെ കർണാടകയിലും സെയിം തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാ നഴ്സിംഗ് കോളേജിലും ഒരു പ്രത്യേക തരം ഒരു റൂൾസ് ഒക്കെ ഉണ്ട്, ഓരോ സ്ഥലം അനുസരിച്ചിട്ടാ. അത് അവിടെ പോകുമ്പോഴായിരിക്കും ഇതിങ്ങനെയല്ല കൾച്ചറും അങ്ങനെയൊക്കെ വ്യത്യാസം വരും. അപ്പൊ നമ്മള് ഇതിങ്ങനെ എല്ലാം നമ്മൾ അവിടെ പോകുമ്പോൾ മനസ്സിലാക്കുക. അപ്പൊ അതനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് മാറുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മെന്റൽ പീസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട കേട്ടോ, നമ്മൾ മെന്റൽ പീസ്. പിന്നെ മുടി ശ്രദ്ധിച്ചോളൂ കേട്ടോ, നല്ല കെയർ കൊടുത്തോളൂ, മുടിയൊക്കെ അപ്പടി പോവും. അടുത്ത ക്വസ്റ്റ്യൻ, നഴ്സിംഗ് ഒക്കെ ഈസി ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, നഴ്സിംഗ് ഒക്കെ മൂത്ത് നോക്കി പറയുകയാണെങ്കിൽ നഴ്സിംഗ് ഈസിയേ അല്ല. നഴ്സിംഗ് ഒരിക്കലും ഈസി അല്ല, ഭയങ്കര ടഫാണ് നഴ്സിംഗ്. പക്ഷെ നമ്മളാണ് ഈ ടഫും ഈസിയൊക്കെ തീരുമാനിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നഴ്സിംഗ് എടുക്കുന്നതിന് മുമ്പേ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, നഴ്സിംഗിൽ നിറയെ എഴുതാനുണ്ട്, പഠിക്കാനുണ്ട്. പിന്നെ എഴുതാൻ നല്ലോണം ഉണ്ട്, വെറുതെ ഒരു കാര്യമില്ലാണ്ട് എഴുതാനുണ്ട്. സ്ട്രെസ് നല്ലോണം വരും. പക്ഷെ എന്താ വെച്ചാല് നമ്മൾക്ക് ഇതൊക്കെ നേരിടാൻ കരുത്തുണ്ടെങ്കിൽ മാത്രം നഴ്സിംഗ് എടുക്കുക. അഡ്വഞ്ചറസ് ആയിട്ടുള്ള മൈൻഡുള്ള ആൾക്കാർക്ക് ഇത് എടുക്കാം. നല്ല സാലറിയാണ് അബ്രോഡൊക്കെ. നമ്മുടെ കേരളത്തും ഇവിടെ നിന്നല്ല, പുറത്ത് അബ്രോഡ് നല്ല സാലറിയും നല്ല സ്കോപ്പുള്ള കോഴ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും അങ്ങനെ നമ്മൾ നഴ്സിംഗ് ലൈഫ് 4 വർഷം തീർക്കും. മനസ്സിലായ? നഴ്സിംഗിനെ കുറിച്ച് അറിഞ്ഞിട്ട് എടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, തനിക്ക് ഇത് പഠിച്ചിട്ട് എന്ത് മനസ്സിലായി എന്നാ ചോദിച്ചിരിക്കണേ. എനിക്കിത് പഠിച്ചിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഞാന് കുറേ മാറി മീൻസ് കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞാൽ തന്നെക്ക് സർവൈവ് ചെയ്യാൻ പഠിക്കും.
അപ്പൊ നമ്മള് വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാന് എങ്ങനെയാ ഫുള്ള് ഞാൻ ഫുള്ളല്ലെങ്കിലും കുറെയൊക്കെ നമ്മള് അമ്മമാരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ഇരിക്കല്. പക്ഷേ ഹോസ്റ്റൽ ലൈഫിക്ക് മാറിയപ്പോ തന്നെക്ക് കഴിച്ച എല്ലാം നമ്മളുടെ കാര്യം കംപ്ലീറ്റ് തന്നെക്ക് ഇങ്ങനെ പഠിച്ചു. അത് ഒന്നാമത്തെ കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ ചേച്ചി ഫസ്റ്റ് സെമ്മിൽ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടോ? അതുപോലെ കോളേജിൽ പോകുമ്പോ എന്തൊക്കെ സ്റ്റേഷനറി കൊണ്ടുപോകണം? ക്ലിനിക്കൽ പോസ്റ്റിംഗ് നമ്മൾ എല്ലാ സെമ്മിലും നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് കിട്ടണം. ക്ലിനിക്കൽ പോസ്റ്റിംഗ് കിട്ടും നമ്മുടെ സബ്ജക്ട് അനുസരിച്ചിട്ട് കേട്ടാ. തേർഡ് സെമ്മില് ഫസ്റ്റ് ഇയർ ഒക്കെ ആണെങ്കിൽ നഴ്സിംഗ് ഫൗണ്ടേഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോ അതിനനുസരിച്ചുള്ള ക്ലിനിക്കൽ പോസ്റ്റിംഗ് കിട്ടുക. അപ്പോ എന്തായാലും ഫസ്റ്റ് സെമ്മ് മുതൽ ലാസ്റ്റ് സെമ്മ് വரைക്കും നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ വേണം. പിന്നെ അതുപോലെ കോളേജിൽ പോകുമ്പോൾ എന്തൊക്കെ സ്റ്റേഷനറി കൊണ്ടുപോകണം? കോളേജിൽ പോകുമ്പോൾ സ്റ്റേഷനറി ഒന്നും കൊണ്ടുപോകണ്ട. സാധാ നമ്മൾ ബുക്കും ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുക. നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ പോക്കറ്റ് ആർട്ടിക്കിൾസ് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതില് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണം. പക്ഷേ യു നോ വൺ തിങ് ഗൈസ്, ഞാൻ ഫസ്റ്റ് ഇയർ ആണ് എനിക്കത് കൊണ്ടുപോയത് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ അത് കൊണ്ടുപോയിട്ടില്ല. കുറെ സാധനങ്ങളുണ്ട്, ഇതൊക്കെ പോക്കറ്റിൽ ചുമന്നുകൊണ്ട് നടക്കണ്ടേ. അതുകൊണ്ട് ഇച്ചിരി ഉഴപ്പിപ്പോയി. അതുകൊണ്ട് പിന്നെ പോക്കറ്റ് ആർട്ടിക്കിൾസ് ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഫസ്റ്റ് ഇയർ കൊണ്ടുപോയതാണ് എനിക്ക് ഓർമ്മയുള്ളൂ. പോക്കറ്റ് ആർട്ടിക്കിൾസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് ഫസ്റ്റ് ഇയർ നല്ല മാമാരൊക്കെ ഇങ്ങനെ പോക്കറ്റ് ആർട്ടിക്കിൾസ് ഇല്ലാണ്ട് വാടിക്കാറണ്ട നീ അങ്ങനെ പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻസ് സിലബസ് ടഫാണോ പഠിക്കാൻ? ജയിക്കാൻ പാടാണോ ചോദിച്ചിട്ടുണ്ട് കേട്ടാ. ഫസ്റ്റ് സെമ്മിൽ വന്നിട്ട് നമുക്ക് അനാട്ടമി ഫിസിയോളജി ഒരു സബ്ജക്റ്റ്, സോഷ്യോളജി സൈക്കോളജി ഇന്നൊരു സബ്ജക്റ്റ്. ഇത് 2 സബ്ജക്റ്റാണ് ഉണ്ടാവുക. അപ്പോ ഫസ്റ്റത്തെ സെം എക്സാം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ അനാട്ടമി ഉണ്ടല്ലോ, സോഷ്യോളജി സൈക്കോളജി അവിടെ നിൽക്കട്ടെ, ഫസ്റ്റ് ഞങ്ങൾക്ക് എക്സാം അനാട്ടമി ഫിസിയോളജി ആയിരുന്നു. ഞങ്ങളിങ്ങനെ തലകുത്തി നിന്ന് പഠിച്ചതോ ബുക്ക് ഫുള്ള് കവർ ചെയ്തു. കാര്യം എന്താ പേടിച്ചിട്ട് കേട്ടാ. അനാട്ടമി പഠിക്കുമ്പോൾ നല്ല ടഫായിരുന്നു ഞങ്ങൾക്ക്. പഠിക്കുമ്പോട്ടെ ആ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അനാട്ടമി ഫിസിയോളജി ഭയങ്കര ടഫായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഭ്രാന്ത് പിടിക്കും. എക്സാം എഴുതിയപ്പോണ്ട് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫ് കിട്ടാ. ഞങ്ങൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ ഒന്നും അല്ല വന്ന്. പിന്നുണ്ടല്ലോ ഗൈസ്, നമ്മൾക്ക് ഈ ഫസ്റ്റ് സെമ്മിലെ ആ അനാട്ടമി ഫിസിയോളജി പഠിച്ചു കഴിഞ്ഞു വെച്ചാല് ഈ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എന്തിന് അറ്റം വരയ്ക്കും 4th ഇയറിൽ വരയ്ക്കും നമുക്ക് ഈ അനാട്ടമി ഫിസിയോളജിയാണ് ബേസ്. വേറെ സബ്ജക്ട് പഠിക്കുകയാണെങ്കിലും അനാട്ടമി ഫിസിയോളജി അതിൽ ഉറപ്പായിട്ടും വരും. അപ്പൊ എന്താ നമ്മൾക്ക് ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്ന പേടിയൊക്കെ മാറും. പിന്നെ നമ്മൾക്ക് വിചാരിക്കും അനാട്ടമി ഫിസിയോളജി. പിന്നെ എത്തുമ്പോൾ എന്താണ് നമുക്ക് സിമ്പിൾ. നഴ്സിംഗ് ഫൗണ്ടേഷൻ പിന്നെ നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ ആ ക്ലിനിക്കൽ പ്രാക്ടീസ് വെച്ചിട്ട് നമുക്ക് കുറെയൊക്കെ എക്സാം എഴുതാം. അതൊക്കെ ഒന്നുമില്ല, ചുമ്മാ കഥയാണ്. സിലബസ് അപ്പൊ നിങ്ങൾക്ക് ടഫായിരിക്കും, പിന്നീട് അത് നിങ്ങൾക്ക് സിമ്പിളായി തോന്നാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി എനിക്ക് ബ്ലഡ് കണ്ട തല കറങ്ങും, അതുകൊണ്ട് നഴ്സിംഗ് എടുത്താ പഠിച്ചു. ഗൈസ്, ബ്ലഡ് കണ്ടാൽ തല കറങ്ങുന്ന ആൾക്കാര് ബ്ലഡ് കാണുന്ന തന്നെ വേണം. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ബ്ലഡ് കണ്ടേ പറ്റുള്ളൂ, വേറെ ഒരു വഴിയില്ല. എനിക്ക് അങ്ങനെ ബ്ലഡ് കണ്ട തല കറങ്ങുന്ന സംഭവമൊന്നുമില്ല. ആദ്യം കാണുമ്പോൾ തല കറങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിയായിക്കോളും. പിന്നെ ഒന്നും കാണുമ്പോൾ റെഡിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, പഠിപ്പിന്റെ കൂടെ എൻജോയ്മെന്റ് ഉണ്ടാവോ നഴ്സിംഗ് എടുത്താ? പഠിപ്പിന്റെ കൂടെ എൻജോയ്മെന്റ് ഉണ്ടാവോ നഴ്സിംഗ് എടുത്താന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ കോളേജ്. നമ്മൾ ചൂസ് ചെയ്ത കോളേജ്, നമ്മൾ പഠിക്കുന്ന കോളേജിന് അതിലൊരു വലിയ പാർട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കോളേജില് പ്രോഗ്രാംസ്, അതൊക്കെയല്ലേ എൻജോയ്മെന്റ് പറയുമ്പോൾ. നമ്മുടെ കോളേജിലുള്ള പ്രോഗ്രാംസ്, പിന്നെ സ്പോർട്സ്, കൾച്ചറൽസ്, പിന്നെ ഹോസ്റ്റലിലെ എൻജോയ്മെന്റ് അത് നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബാക്കിയുള്ള എൻജോയ്മെന്റ്സ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ചേച്ചി GNM ആണോ BSc നഴ്സിംഗ് ആണോ? GNM ആണെങ്കിൽ എങ്ങനെ ക്ലാസ് ഒക്കെ? ഗൈസ്, ഞാൻ അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും പറയാ, ഞാൻ GNM അല്ല, BSc നഴ്സിംഗ് ആണ്. GNMന്റെ ക്ലാസ് എനിക്ക് അറിയില്ല. എങ്ങനെയുണ്ട് നഴ്സിംഗ് ലൈഫ്? വളരെ സൂപ്പറായി പോകുന്നുണ്ട്. നഴ്സിംഗ് ലൈഫ് എന്ന് പറയുമ്പോൾ അങ്ങനെ ക്ലിനിക്കൽ പോസ്റ്റിംഗ്, കേസ് എഴുതുക, അങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. എന്റെ ലൈഫ് പറയുമ്പോൾ ഇതെങ്ങനെ വ്ളോഗ്, പിന്നെ റീൽസ്,
ഇൻസ്റ്റഗ്രാം അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. രണ്ടും രണ്ട് വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. രണ്ടിനും ഇങ്ങനെ പോട്ടെ, എന്താ നമുക്ക് രണ്ട് വഴി കൂടി ഞാൻ സഞ്ചരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഞ്ചക്ഷൻ വെക്കാൻ പേടിയുണ്ടോ? പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മള് ഈ ഇഞ്ചക്ഷൻ വെക്കാൻ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കും. അതായത് നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ ഉള്ള കോളേജാണ് നിങ്ങളുടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ വെക്കാൻ പഠിക്കും. അത് ഒരു നഴ്സ് വരെ താങ്കൾ ചോദിക്കാൻ പാടില്ല കേട്ടാ. ഈ ക്വസ്റ്റ്യൻ മേലെ ആരും എന്നോട് ചോദിക്കരുത്, ഞാൻ ഇഞ്ചക്ഷൻ വെക്കാൻ പേടിയുണ്ടോന്ന്. ഇത്രയൊക്കെയാണ് ഞാൻ ഇരുന്ന് നോക്കിയ ക്വസ്റ്റ്യൻസ്. ഇത് കൂടാണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അല്ലാണ്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇതുപോലെ വേറൊരു വീഡിയോ ഒക്കെ ഇടാം. അപ്പൊ ഗൈസ്, അടുത്ത വീഡിയോ നമ്മൾ ഇതുപോലത്തെ പടപ്പം വീഡിയോസ് ആയിട്ട് വരും. ഓക്കെ, ബൈ.